ഇത് ഇയാൾ കേൾക്കുമ്പോൾ അടുത്തുള്ള എല്ലാ കാര്യവും സെറ്റായി. അപ്പോൾ പ്രോബ്ലം എസ്കലേറ്റ് ആണ് ചെയ്യുന്നത്. ഏതൊരു പ്രോബ്ലം നമ്മുടെ കോർപ്പറേറ്റ് ലൈഫിലോ റിയൽ ലൈഫിലോ വരുമ്പോൾ അതിനകത്ത് നമുക്ക് സൊല്യൂഷൻ വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ട കാര്യമാണ് ട്രെയിൻ യുവർ സെൽഫ് ഇൻ ഇമോഷണൽ ഇൻ്റലിജൻസ്. എന്താണ് ഈ ഇമോഷണൽ ഇൻ്റലിജൻസ്? അതായത് നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കുന്നത്, നമ്മൾ എപ്പോൾ റിയാക്ട് ചെയ്യണം എന്ന് തിരിച്ചറിയുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഈ പ്രോബ്ലം എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റെ റെസ്പെക്റ്റീവായിട്ടുള്ള അതോറിറ്റേറ്റീവായിട്ടുള്ള ഒരു പേഴ്സണോട് മാത്രം പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ടീമിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ടീം ലീഡർ ഒരു കാര്യം കറക്റ്റായിട്ട് ചെയ്തില്ല എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇമ്മീഡിയറ്റ് ബോസോ ആരാണെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് മാത്രം പറയുക. അല്ലാതെ നമ്മൾ ഓഫീസിൽ മുഴുവൻ നടന്ന് പറയുമ്പോൾ അത് ആക്ച്വലി പ്രോബ്ലം സോൾവിങ് അല്ല, പകരം ഗോസിപ്പായിട്ടാണ് മാറുന്നത്. ഇത് ഇയാൾ കേൾക്കുമ്പോൾ അടുത്തുള്ള എല്ലാ കാര്യവും സെറ്റായി. അപ്പോൾ പ്രോബ്ലം എസ്കലേറ്റ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും വി ഷുഡ് ഓൾവേസ് ട്രെയിൻ അവർ സെൽസ് ഇൻ ഇമോഷണലി ഇൻ്റലിജൻസ് സ്പെക്ട്രം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് വരുന്ന പ്രോബ്ലംസ് കറക്റ്റായിട്ട് സോൾവ് ചെയ്യാൻ പറ്റൂ.